ഹരേ രാമ ഹരേ കൃഷ്ണ. 2024 ജൂലൈ മാസം തുടങ്ങിക്കഴിഞ്ഞു. ജൂലൈ മാസം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ജ്യോതിഷപരമായി 12 രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ്. ഈ മാസം ധനനേട്ടം, തൊഴിൽ നേട്ടം എന്നിവ തുണയ്ക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ്? ഈ മാസം 3 നക്ഷത്രക്കാർക്ക് കുബേര യോഗമാണ് വന്നു ചേരുന്നത്. പണം കുമിഞ്ഞുകൂടും. ഇനി പണത്തിന് മുകളിൽ നിങ്ങൾക്ക് ഉറങ്ങുവാൻ സാധിക്കും. രാജകീയമായ ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ്. ഇതിൻ്റെ കൂടെ ജാതക കാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തണം. ഇനി അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലം നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും അനുമോദനങ്ങളും പ്രശംസകളും പിടിച്ചു പറ്റുവാൻ സാധിക്കും. സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതികൂലമായ നടപടികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യ കാര്യത്തിൽ ഉദര സംബന്ധമായ വൈഷമ്യം ഉണ്ടായേക്കാം. ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ദാമ്പത്യ കലഹം, മനോവിഷമം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും. ദമ്പതികൾ വളരെയധികം രമ്യതയിൽ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. വർഷങ്ങളായി തർക്കത്തിലിരുന്ന കുടുംബസ്വത്ത് നിങ്ങൾക്ക് വന്നു ചേരും. ദീർഘദൂര യാത്രകൾ വേണ്ടിവരുന്ന ഒരു സമയമാണ്. സ്വന്തം സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ മറ്റുള്ള ആളുകളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടവരും. മറ്റുള്ളവർക്ക് അനിഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പരുഷമായ സംസാരം നിങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർ എന്തു കാര്യത്തിനും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടുമെങ്കിലും ഒടുവിൽ ദൈവത്തിൻ്റെ സ്വാധീനത്താൽ എല്ലാ കാര്യങ്ങളും ശരിയായി ഭവിക്കുന്നതാണ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടും. നിങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികളുമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാരുടെ വീട്ടിൽ പൂജാതി കർമ്മകാര്യങ്ങൾ നടക്കും. സന്താനങ്ങളെ കൊണ്ട് സമ്പാദ്യം വളരെയധികം വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് വന്നെത്തുന്നത്. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി വളരെയധികം പണം ചെലവഴിക്കേണ്ടി വരും. മുതിർന്ന ബന്ധുക്കളുടെ രോഗാരിഷ്ടതകൾ വളരെയധികം ബുദ്ധിമുട്ടാക്കും. മുടങ്ങിക്കിടന്നിരുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അനാവശ്യമായ ചിന്തകൾ വെടിഞ്ഞ് ഭക്തിയോടെയും എല്ലാ കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ബാധ്യതകൾ തീർക്കുന്നതിന് വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. ഈശ്വര ചിന്ത നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ അനാവശ്യമായ കോപം നിയന്ത്രിക്കേണ്ടി വരും. മാതൃസഹായം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് മകയിരം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സവും പ്രശ്നങ്ങളും നേരിടുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പൂർണ്ണമായി ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്നു വരില്ല. ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടുന്നതാണ്. വളരെയധികം അധ്വാനിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും. ഉന്നത ബന്ധങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഭാവിയിൽ ഗുണകരമായി തീരുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാർക്ക് അനാവശ്യമായ ചെലവുകൾ വളരെയധികം ഈ മാസം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ നഷ്ടം വരുവാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം നിങ്ങൾക്ക് വളരെയധികം മനോവിഷമത്തിനും ദുഃഖത്തിനും ഇടയാക്കുന്നതാണ്.
കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഊഹക്കച്ചവടം നഷ്ടത്തിലാകുന്നതിനും സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും ഉദാസീനത നിങ്ങൾ കാണിക്കും. ആലസ്യം വെടിഞ്ഞ് ഉന്മേഷത്തോടെ പ്രവർത്തിച്ചാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വലിയ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ഞെരുക്കം ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ വളരെയധികം തടസ്സം നേരിടേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അകൽച്ച വരാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാരുടെ ആരോഗ്യനില വളരെയധികം മോശമാകുന്ന ഒരു മാസമാണ് വന്നെത്തിയിരിക്കുന്നത്. പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്തുവാൻ നിങ്ങളുടെ ശത്രുക്കൾ 4 ഭാഗത്തു നിന്നും ശ്രമിക്കും. സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെയധികം കരുതലോടെ വേണം ചെയ്യുവാൻ. അനാവശ്യമായ കാര്യങ്ങളിൽപ്പെട്ട് നഷ്ടം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ സ്വത്തുക്കളുടെ മേൽ തർക്കങ്ങൾ ഉണ്ടാകുവാനും ഇടവരും. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാരായ ആളുകളുടെ സന്താനങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഭൂമി, വാഹന ലാഭം ഇവയെല്ലാം നിങ്ങൾക്ക് വളരെയധികം ധന നേട്ടങ്ങൾ സമ്മാനിക്കും. രോഗങ്ങൾ ശല്യം ചെയ്യുകയും ചെയ്യുന്നതാണ്. യുക്തിസഹമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. ദാമ്പത്യ സുഖവും കുടുംബത്തിൽ സമാധാനവും വന്നുചേരും. നിങ്ങളുടെ എല്ലാ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വളരെയധികം വിജയം നേടുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് പല മാർഗങ്ങളിലൂടെ വളരെയധികം ധന നേട്ടങ്ങളിൽ എത്തുവാൻ സാധിക്കും. എങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെയധികം കരുതലോട് കൂടി മാത്രമേ ധനം ചെലവഴിക്കുവാൻ പാടുള്ളൂ. ദൈവിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യം വന്നുചേരും. സന്താന സുഖം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സൽക്കർമ്മങ്ങളിലും വാക് സാമർഥ്യത്താലും നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരവും നിങ്ങൾക്ക് പിടിച്ചു പറ്റുവാൻ സാധിക്കുന്നതാണ്. മുറിവ്, ചതവ് ഇതുപോലുള്ള ചെറിയ അനിഷ്ടതകൾ വരുവാൻ സാധ്യത ഉള്ളതിനാൽ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പൂരം നാളുകാർക്ക് വന്നെത്തുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാനും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് അതിനു തക്ക ഉദ്യോഗം കിട്ടുവാനും യോഗമുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നല്ല വിവാഹ ബന്ധം ലഭിക്കുകയും അതുവഴി ബന്ധുബലം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. വീണ്ടും വിചാരമില്ലാതെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഇത് എല്ലാം പല അനർത്ഥങ്ങളും വരുത്തിവെക്കുന്നതാണ്. ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാരുടെ കഴിവുകൊണ്ട് വളരെയധികം നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കും. വിവിധ സേനാ അംഗങ്ങൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ സ്വജനങ്ങളെ കൊണ്ട് വന്നു ചേരുന്നതാണ്. കാര്യവിജയം, ധനാഗമം എന്നിവയും നിങ്ങളെ കാത്തിരിക്കുന്നു. അതിഥി സൽക്കാരത്തിനും ആധ്യാത്മിക കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നുചേരും. പല കാര്യത്തിലും നിങ്ങൾക്ക് ധനലാഭമുണ്ടാവുമെങ്കിലും അമിതമായ വ്യയം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാരായ ആളുകൾക്ക് പുതിയ വീട്, ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ ലഭ്യത തുടങ്ങിക്കഴിഞ്ഞു. സന്തോഷം വന്നു ചേരുന്ന ഒരു ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ഉന്നത അധികാരികളുടെ വളരെയധികം പ്രീതിയും പ്രശംസയും നേടുവാൻ സാധിക്കും. ഇടയ്ക്ക് ചെറിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടിവരും. വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നും ചെറിയ അവഗണന ഉണ്ടാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാരായ ആളുകൾ ദാനധർമ്മങ്ങൾ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനോ പങ്കാളിയാകുവാനോ അവസരമുണ്ടാകും.
നിങ്ങളുടെ തീരുമാനങ്ങളിലെല്ലാം വളരെയധികം ദൃഢനിശ്ചയത്തോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. നിസ്സാര കാര്യത്തെ ചൊല്ലി കലഹിക്കേണ്ടതായോ അധികം സംസാരിക്കേണ്ടതായോ വന്നു ചേരുന്ന ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ അധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുവാൻ സാധിക്കും. പുതിയ സ്ഥലം സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് കാലതാമസം വേണ്ടിവരികയും ചെയ്യും. സ്ത്രീകൾ മുഖേന അപമാനത്തിന് ഇടയുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ പെടുന്നതിനെ അനുകൂലമായി മാറുകയും ചെയ്യുന്നതാണ്. വ്യാപാര രംഗത്ത് സൂക്ഷ്മത വളരെയധികം വേണ്ടിവരും. പരദൂഷണം പറയുവാനുള്ള നിങ്ങളുടെ പ്രവണതയെ നിയന്ത്രിക്കേണ്ടതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാരായ ആളുകൾക്ക് വ്യാപാരത്തിൽ ചെറിയ നഷ്ടം നേരിടേണ്ടി വരും. കാർഷിക വിളകൾക്കും നാശമുണ്ടാകുകയും നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിച്ചില്ലെന്നും വരും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു മാസമാണ്. കുടുംബസുഖം നിലനിർത്തുന്നതിന് പ്രത്യേക ശ്രദ്ധയും സംയമനവും ആവശ്യമായി വരും. ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ രാത്രി കാലങ്ങളിലുള്ള യാത്ര കഴിവതും ഉപേക്ഷിക്കണം. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും ചെറിയ പ്രയാസങ്ങൾ വന്നു ചേരുന്നതാണ്. വിദ്യാ തടസ്സം വരാം. ഗൃഹ അന്തരീക്ഷം അത്ര ശോഭനമാകില്ല. ദൈവാധീനത്താൽ കാര്യങ്ങളെല്ലാം പതുക്കെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്. ആകസ്മികമായ ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പലയിടത്തു നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധയും കരുതലും ആവശ്യമായി വരുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാർക്ക് മൊത്തത്തിൽ പ്രയാസങ്ങൾ വർദ്ധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മുന്നേറില്ല. നിങ്ങളുടെ ബന്ധുമിത്രാദികളുമായി കലഹിക്കരുത്. സമ്പാദ്യം അത്യാവശ്യമായ ഘട്ടത്തിൽ വളരെയധികം ചെലവഴിക്കേണ്ടി വരും. യാത്രകളും അല്പം വേണ്ടിവരുന്ന ഒരു സമയമാണ്. നയപരമായ പ്രവർത്തനത്തിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില ധനനഷ്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വിവാഹാലോചനകൾക്കും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾക്കും തടസ്സങ്ങളോ ക്ലേശങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുക. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകുകയും ചെയ്യും. അഗ്നിയിൽ നിന്നും കള്ളന്മാരിൽ നിന്നുമുള്ള ഉപദ്രവം ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതിനാൽ നന്നായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് സർക്കാരുമായുള്ള ഇടപാടുകളിൽ വളരെയധികം തടസ്സം നേരിടുമെങ്കിലും കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. കോടതിയിൽ കേസുകൾ ഉള്ള ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കണം. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളിൽ വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിനായി ശ്രമിക്കാം. ഉമാ മഹേശ്വര പ്രീതി നടത്തുന്നത് ഏറെ ഉത്തമമായിരിക്കും. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ വാക് സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളിലും ഉന്നത വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. വിദേശ പഠനത്തിനും ജോലിക്കുമായി ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല ഫലം സമ്മാനിക്കുന്നതാണ്. നിങ്ങളുടെ ഭാര്യയ്ക്കും ഭർത്താവിനും രോഗാരിഷ്ടതകൾ കൊണ്ട് കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വന്നു ചേരില്ല. ബന്ധുജനങ്ങളുടെ സഹായം എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിൽ സമാധാനം ലഭിക്കുമെങ്കിലും മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. സ്നേഹിതരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് തീർക്കുവാനും ഇടവരുന്നതാണ്. മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഒരു കാരണവശാലും ഇടപെടരുത്. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വായു കോപം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാർക്ക് ധനാഗമം വർദ്ധിക്കുന്നതോടൊപ്പം ചെലവുകളും കൂടുതലായി വരുന്ന ഒരു സമയമാണ്.
നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. പനി, നീർക്കെട്ട് ഇവ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഉപയോഗിക്കുവാൻ. തർക്ക വിഷയങ്ങളിൽ ഒരു രീതിയിലുമുള്ള അഭിപ്രായം പറയരുത്. അതുപോലെ തന്നെ മധ്യസ്ഥതയ്ക്കും പോകുന്നത് നിങ്ങൾക്ക് ക്ലേശകരമായി തീരുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശരീര ക്ലേശം വർദ്ധിക്കും. അഗ്നി കൊണ്ടും ആയുധം കൊണ്ടുമുള്ള ഉപദ്രവങ്ങൾ ശ്രദ്ധിക്കണം. കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. നേത്ര രോഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഭാര്യ ഭർത്തൃ കലഹം, സന്താനങ്ങളുമായുള്ള കലഹം ഇവ ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. പ്രാർത്ഥന, നാമജപം എന്നിവ ചെയ്യുന്നത് മൂലം ഈ പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരായ ആളുകൾക്ക് സന്താനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടുതൽ അധ്വാനം വേണ്ടി വന്നേക്കാം. ധനപരമായി തൃപ്തികരമാണെങ്കിലും മാനസികമായ സന്തോഷത്തിന് വളരെയധികം കുറവ് വന്നേക്കാം. ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. യാത്രാവേളകൾ വളരെയധികം ശ്രദ്ധിക്കണം. എടുത്തുചാട്ടം നിങ്ങൾക്ക് പല രീതിയിലുമുള്ള ദോഷഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാരായ ആളുകൾക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. ആലോചിക്കാതെയുള്ള എല്ലാവിധ എടുത്തുചാട്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീരുന്നതാണ്. സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി സ്നേഹത്തിൽ കഴിയുവാൻ ശ്രമിക്കേണ്ടതാണ്. യാത്രാവേളകളിൽ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചാവണം. അക്ഷീണമായ പരിശ്രമം മൂലം ശ്രേഷ്ഠകരമായ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.